അഭിനന്ദ പിതാവേ, പ്രിയപ്പെട്ട ഡോക്ടർ വികാരി സച്ചൻ, പ്രിയപ്പെട്ട അച്ഛൻ, മറ്റ് പ്രിയപ്പെട്ട സന്യസ്തരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കുടുംബക്കാരെ, സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവമാണ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവം സമ്മാനമായി ഒരു ഭവനം നൽകിയിരിക്കുന്നു. ഈ അവസരത്തിൽ അത് കൂദാശ ചെയ്ത് വാസയോഗ്യമാക്കുന്നതിന് പിതാവ് ഇവിടെ സന്തോഷത്തോടുകൂടി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ അഭിമന്യ പിതാവിനെ ഹൃദയപൂർവ്വം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ക്രിസ്തുവിനച്ഛനെയും പ്രിയപ്പെട്ട പൊക്കത്തായലച്ഛനെയും പ്രിയപ്പെട്ട സന്യസ്തരെല്ലാവരെയും കുടുംബാംഗങ്ങളെവരെയും ഹൃദയപൂർവ്വം നന്ദിയോടെ അനുസ്മരിക്കുന്നു. നമുക്ക് നന്നായി പ്രാർത്ഥിച്ച് ഈ ഭവനം വാസയോഗ്യമാക്കുന്നതിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും വിശുദ്ധാരൂഹായമായ ദൈവത്തിന്റെ തിരുനാമത്തിൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ വാഴ്ത്തപ്പെടാനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ സുരക്ഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാവിയാരോട് കരുണ ചെയ്യുന്ന പാലിക്കുമോ പരിശുദ്ധമാപ്പെടണമേ. ദുരാജ്യം വേണമേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള പുണ്യങ്ങളെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടമ്പാർന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ രക്ഷിച്ചു വേണമേ. രാജ്യശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെടുവാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ. ആമീൻ. ും പാപികളുമാരുടെ മേൽ അനുഗ്രഹവും കരുണയും കണ്ടിലോളമേക്കും ചെറിയപ്പെടുമാറാണമേ. രഹസ്യകാര്യങ്ങളുടെ പരസ്യകാര്യങ്ങളിൽ നിന്ന് പ്രസാദിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവിന്റെ മരിച്ചുപോയവർക്ക് ആശ്വാസവും സംസ്മരണയും നൽകണമേ. നിങ്ങളെ അവരുടെ വ്യർത്ഥതയിൽ നിൻ പാതകളെന്നെ കാട്ടിടുക. ഉടൻ നിൻ വഴികളറിയിക്കൂ എന്നെ.
വാദാമലോലം മീനാമീൻ യൗനാനിലിയെ രക്ഷിച്ചു ഋണബോധിതയാമെന്നെയും കൃപയാൽ കോരിയെടുക്കണം. പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരുമായ കൃത്യം എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പറയുമ്പോൾ കരുണ നിറഞ്ഞ കർത്താവേ, കൃപയാലേ ദാസരുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ ഈ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ ഐശ്വര്യമുള്ളവരാക്കണമേ. നിനക്ക് ഈ ഭവനം ആശീർവദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാതനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഹാബേലിന്റെ ആദിഫലം നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപവും നീ സ്വീകരിക്കണമേ. ഹാനോക്കിലെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. നീതിമാനായ നോഹയുടെ പേരിൽ നീ സന്തുഷ്ടനായ പ്രകാരം ഞങ്ങളുടെ ആദരഫലത്തിൽ നീ സന്തുഷ്ടനാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവിന്റെ സ്നേഹദിനമായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ആനന്ദപ്രദമാകണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ ദുഷ്ടൻ ലജ്ജിതനായ പ്രകാരം ഈ ഭവനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുവാൻ ഇടയാക്കണമേ. ശ്രേഷ്ഠാചാര്യനായ ഫറവോന്റെ ധൂപമുഖേന ഇസ്രായേലിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ ഈ ഭവനത്തിൽ നിന്ന് കഠിനാരോഗങ്ങളും കോപത്തിന്റെ ദണ്ഡനങ്ങളും നിരോധിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇതിന്റെ വൃത്തിയുടെ യാതന തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യം പ്രാപിക്കുകയും ഇതിലെ നിവാസികൾ നീതീകരിക്കപ്പെട്ട രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചുസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മലാട്ടത്തിലാവുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കനിവുള്ളവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ കരുണാഭാവനത്തിനനുസരണം ദയതോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായ പരേതർക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ഞങ്ങളിലാഗ്രഹവും നീക്കും നാം പ്രാപിക്കട്ടെ. ഉടയോനേ, നിൻ വാതിൽ മുട്ടുന്നു ദാസനാദം ആവശ്യത്താൽ യാചിക്കും അടിയാരെ തള്ളിയിടല്ലേ. ശിക്ഷാടിയാരെ അരിശം നീക്കി കാക്കണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയും നാദം കേട്ടീടണമേ. നിന്നെ വിളിക്കുന്നേ നാദാ, നിന്നുദവിക്കായി ബലഹീന. നല്ലവനേ, കാരുണ്യത്താൽ കരുണമേ ദീപുകളെ കർത്താവേ, കാരുണ്യത്താൽ കനിവടിയാരിൽ ചെയ്യണമേ. നന്മ നിറഞ്ഞോനേ, എന്റെ തിന്മകളെ നീ ഓർക്കരുതേ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ജീവനോചനങ്ങൾ അതിരോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനിൻ വിഷയം അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം വിനിയമനീയത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ജീവിതകാലത്തെ ഇപ്രകാരം അരുളി ചെയ്തു. ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്ന് പോവുകയായിരുന്നു. അവിടെ സക്കീയോസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു അവരാകുന്നുവെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. മുഖം കുറവായിരുന്നതിനാൽ അവന് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടിയൊരു സുക്കമോർ മരത്തിൽ കയറി നിന്നു. യേശു അതിലെയാണ് കടന്നു പോവായിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കീയോസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് അതിന്റെ മുകളിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ദുഃഖത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ ഭാവിയുടെ വീട്ടിലതിയായി താമസിക്കുന്നുവല്ലോ. സക്കീയോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശുവിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവൻ അബ്രാഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ. നാഥ, നിന്നുടെ ആർദ്രത നിറയും വാതിൽ തുറന്നേ, ആത്മാക്കൾ മേൽ കൃപ ചൊരിയണമേ. ഓടം മുറിയിൽ പ്രാർത്ഥിപ്പതിരാണീശൻ സംപ്രീതൻ. ശിഷ്ട നേടിയതനത്യം പ്രാർത്ഥന മൂലം സൗമ്യൻ മോശ സമുദ്രം ഭാഗിച്ചു. ഈശ്വരതരണം ചെയ്തു ദുഷ്ടൻ പർവ്വം മുങ്ങിപ്പോൾ. ഇതിൻ പ്രാർത്ഥന കേട്ടേശൻ ആർദ്രത തോന്നി. പാപം മോചിച്ചേകി വീണ്ടും പ്രവചനശക്തി. നിനിയാതെ തീച്ചോളിൽ വച്ചഭ്യർത്ഥിച്ചപ്പോൾ ഈ ജ്വാലയിൽ നിന്നവര് ദൈവം സംരക്ഷണ ചെയ്തു. എന്നിൽ കാര്യങ്ങൾ മൂന്നാം ാസനവും നരകവും ഇവ തന്നെയും. പൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവവും കർത്താവേ, നിന്റെ ദാസനാ ഞാൻ ബലഹീനനും ഭാവിയും അയോഗ്യനുമെങ്കിലും എന്റെ അപേക്ഷ കൈക്കൊള്ളണമേ. കർത്താവേ, ജലപ്രളയത്തിൽ വന്ന് വിട്ട മുഖേന നോക്കിനി മക്കളെയും മൃഗങ്ങളെയും പറവകളെയും ജന്തുക്കളെ നീ രക്ഷിച്ചു. നിന്റെ സ്നേഹിതനായ അബ്രാഹാമിനെ ആക്രമത്തിൽ നിന്ന് വിടുവിച്ചവനെ അവന്റെ സമ്പാദത്തെ അനുഗ്രഹിച്ചു. സോദോമിനെ നിന്ന് ലോകനെ രക്ഷിക്കുകയില്ല. അവന്റെ വാൻതുളഞ്ചി യാക്കോബിനെ പരീക്ഷിച്ച് ശ്രേഷ്ഠനാക്കി അവന്റെ സമ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മിസ്രൈമിൽ വെച്ച് യോസേഫിനെ നിന്റെ പരിപാലൻ ഫലകർത്താവും അദീപനുമാക്കി അവന്റെ നേട്ടങ്ങളും പരിപാലനങ്ങൾ വർദ്ധിപ്പിക്കുകയും അനർത്ഥങ്ങളിൽ നിന്ന് അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. നീതിമാനായ യോബിനെ പരീക്ഷണവിധേയനാക്കിയതിനു ശേഷം അവന്റെ സമ്പാദ്യങ്ങൾ നിരത്തിയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മോശെ ഇസ്രായേൽ ജനത്തെയും സ്വന്തം രക്ഷിച്ചു. മോശയുടെ പ്രാർത്ഥനയാലും അഹ്റോന്റെ ധൂപത്താലും ഫിനെഹാസിന്റെ വാളാൽ ഇസ്രായേൽ നിന്ന് കോപവും വസന്തിയും നിരോധിച്ചു. അനുഗ്രഹം തന്നിരിക്കുന്നു. അനുകരണ സമ്പൂർണ്ണ ദൃഷ്ടിയോട് സർവ്വതാനുകമ്പയുള്ളവനായ കർത്താവേ,
എന്റെ കൃപയാലേ ദാസരുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാവിധ കോപലങ്ങളായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങൾ നീ തടയണമേ. ദൈവമാതാവിന്റെ നാവായ മർത്തമാശ്രയായുടെ വിശുദ്ധനായ യോസേപ്പിതാവിന്റെ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ഉണ്ടാകുമാറാകണമേ. കുടുംബങ്ങളുടെ സമാധാനദേശത്തിലുള്ള തിരുവാൻ വേണ്ടി ജനമാശുദ്ധിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ ഭവനം ആസ്വദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. വൃദ്ധതയിലും അവ തളരട്ടടച്ചിടുമേ. പുഷ്ടികളും പാർക്കുമോ. ലോലം പാദാമലോലം മീനാമേ. വാനിലും അതുപോലെ നിന്നാമാ ഉദകണമേ നിൻ പ്രാർത്ഥന നോർമേ ബഹുമാനി ചോർക്കാം തോമൻകാരോസ് കുറിയലായിസോ. ഭാഗ്യം സ്ലേയർക്കും ഭാഗ്യം സഹദർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. കാൺമാൻ സദരാശിച്ചു പാളാചിറകേന്തി ഉന്നതമേറി പ്രാർത്ഥിപ്പിൻകർത്താവോടായി അടികളെയും തൻ കോപത്തിൻ പടികളെയും മായ്ച്ചിടാം. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ പ്രാർത്ഥനയിൽ വിശ്വസിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വഴിത്തിരങ്ങളിലേശപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ വിലക്കിനുകളും കുറ്റുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സിംഹാസന കേൾക്കപ്പെട്ട് അംഗീകരിക്കട്ടെ. വാഴ്ത്തിരണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പണി ആരംഭിക്കുന്ന ഈ ഭവനത്തെ നിർമ്മാണത്തെ നീ വ്യക്തി അനുഗ്രഹിക്കണമേ. ഈ പണി തീർന്ന ഭവനത്തെ അവിടുത്തെ പരിശുദ്ധാത്മാരായിച്ച് അവിടുന്ന് കൃപ കൊണ്ട് നിറയ്ക്കണമേ. വിധയിൽ വെച്ച് യാക്കോബാത്തകന്റെ ഒരു തൂണാനാണ്ട് നന്മയിൽ ഒഴിക്കാതെ ദൈവഭവനമായി തിരികെയും ചെയ്തുപോലെ ഈ ഭവനഭൂമിക്കളിനെയും നീ ദൈവഭവനമാക്കി അടിസ്ഥാനാശിതയാക്കണമേ. കർത്താവ് ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ നീ നായകൾ നടത്തുകാരനും മധ്യസ്ഥനുമായിരിക്കണമേ. കർത്താവയുടെ പണിയുന്നില്ല എങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്ന സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ ഇതിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നീ വാഴ്ത്തണമേ. പണിയിലുണ്ടാകാവുന്ന കൃപകൾ അവിടങ്ങൾ നീ മാറ്റിത്തരണമേ. നിന്റെ വിജയകരമായ ശ്ലീമായ ഈ ഭവനത്തെ കാത്തുകൊള്ളുക. എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ തിരുനാമത്തിനാകുകയും
നിർമ്മാണ വസ്തുക്കളെ അവിടുന്ന് വാഴ്ത്തനുഗ്രഹിക്കുകയും ചെയ്യണമേ. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നീ തന്നെ ക്രമപ്പെടുത്തണമേ. ദൈവങ്ങൾക്ക് വസിക്കുവാനുള്ള ഭവനത്തിലെ ഈ ഭവനത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പണിയുവാൻ പോകുന്ന ഭവനത്തിന്റെ പണികളെ ദുഷ്ടന്റെ ഉപദ്രവത്തിൽ നിന്നും ചെറിയ മഞ്ഞളിൽ നിന്നും കാത്തു കളയണമേ. ഞങ്ങൾ തന്നെ കുഞ്ഞിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും ജീവിക്കുന്നമായ ശ്രീവാരത്തെ കൊണ്ട് അടിസ്ഥാന ചില വാഴ്ച അനുഗ്രഹപ്പെടുന്നു പാറയ്ക്കുമോ പരിശുദ്ധാരൂഹായുടെ തിരുനാമത്തിൽ ഈ ഭവനം ആസ്വദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. കാൺമാൻ സദരാശിച്ചു വാളാച്ചിറ ഉന്നത പദമേറി മുറിയോറാഹിമലൈനു പ്രാർത്ഥിപ്പിൻ കർത്താവോടായി നടികളെയും തൻ കോപത്തിൽ വടികളെയും ജില്ലയുടെ എപ്പിസ്കോപ്പൽ വാരി ബഹുമാനപ്പെട്ട തോമസ് കുന്നശ്ശേരി, മാനന്തവാടി ജില്ലയുടെ എപ്പിസ്കോപ്പൽ വാരി ബഹുമാനപ്പെട്ട റോയിച്ചൻ, ബഹുമാനപ്പെട്ട ഭക്തായിലച്ചൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട റോയിച്ചൻ ഇവിടെ സ്വീകരിച്ചുവാല് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമാണിത്. നമ്മുടെ 2 കുടുംബങ്ങൾക്ക് വസിക്കുവാനായിട്ടുള്ള ഭവനം ധാരാളം ആൾക്കാരുടെ കൂട്ടായ്മയിൽ ഇവിടെ നിർമ്മിക്കുകയും ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി അത് താമസിക്കുവാനായിട്ട് നൽകുകയും ചെയ്യുക. പുതിയ ഒരു ഭവനത്തിന് കല്ലിട്ട് അതിൻ്റെ പണി ആരംഭിക്കുവാനായിട്ടും പോകുന്നു. പ്രത്യേകിച്ച് ഈ ഭവനങ്ങളുടെ നിർമ്മാണത്തെപ്പറ്റിയും തുടർന്നുള്ള പ്രവർത്തനത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഏതാനും ആൾക്കാരെ നമ്മളെ പ്രത്യേകമായിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടുണ്ട്. ഈ ഭവനങ്ങളുടെ നിർമ്മാണം ബഹുമാനപ്പെട്ട വലിയച്ഛൻ്റെ പൗരോഹിത്യ രചന ജീവനയോട് ചേർന്ന് അച്ഛൻ ഏറ്റെടുത്ത ഒരു വലിയ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമുക്കറിയാവുന്ന പോലെ ആ ഒരു കൂട്ടായ്മയിൽ നമുക്കെപ്പോഴും അനുഗ്രഹ സാന്നിധ്യമായിരുന്ന തോമസ് ലക്ഷ്യം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങൾ നൽകി ദൈവത്തിൻ്റെ തിരുവാനുപ്രഭാവം ഇപ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാവുന്നവർ നമുക്കെല്ലാം പ്രിയപ്പെട്ട അപ്പച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ സംഭാവനകൾ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവുമെല്ലാം നമ്മൾ ദൈവസന്നിധികളെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് നൽകുന്ന ഒരു സ്വർഗീയ സമ്മാനമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ബന്ധപ്പെട്ട് മാതാപിതാക്കളായി കുഞ്ഞുങ്ങളായി ജീവിക്കുവാനായിട്ടുള്ള
വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകുകയാണ്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനം ഉണ്ടാകണം എന്നുള്ളതും ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. സ്വന്തമായ ഭവനമുള്ളവരുണ്ട്, ഭൂമി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ സുവിശേഷത്തിൻ്റെ കർത്താവിൻ്റെ പ്രത്യേക സന്ദേശത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളുടെ രൂപതയിൽ കൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ വൈദിക ജില്ലയിൽ ചെയ്യുന്നുണ്ട്. ഓരോ പുരോഗമനരും സന്യസ്തരും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹങ്ങളോട് ചേർന്ന് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇവിടെ ദേവാലയം നിർമ്മിതിക്കായിട്ട് സ്ഥലം നൽകുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ത്യാഗമനുഷ്ഠിക്കുകയും അനേകം ആൾക്കാരുടെ കൂട്ടായ്മയിൽ ഇത് നിർമ്മിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിനിടയാക്കിയ ദൈവത്തിന് നമ്മളെ നന്ദി പറയുന്നു. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ബൈത്തോ ഭവനം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. പല ഭവനങ്ങളും നമ്മളെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വീക്ഷിച്ചിട്ടുണ്ട്, ഈ ഭവനത്തിൻ്റെ നായകൻ കർത്താവായ യേശുക്രിസ്തുവാകുന്നതോ യഹോവയാകുന്നു എന്ന് എഴുതി വെക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെപ്പോഴും യഹോവയെ വാഴ്ച ജീവിക്കുമെന്ന് നമ്മൾ എഴുതി വെക്കാറുണ്ട്. അത് എഴുതി വെക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തെ ഓർത്ത് സ്തുതിക്കുവാനായിട്ടുള്ള സന്ദർഭമായിട്ട് കുടുംബത്തിൽ വസിക്കുന്നവരെ അത് പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഭവനം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്നതായിട്ടുള്ള ഭവനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പ്രാർത്ഥന വഴിയായി രാവിലെയും വൈകിട്ടും മറ്റ് സന്ദർഭമുള്ള അവസരങ്ങളിലൊക്കെയും നമ്മൾ ഓർക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ദൈവത്തെ പാടി സ്തോത്രം പാടി മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നല്ല പാരമ്പര്യമുള്ള കുടുംബങ്ങളിലാണ് ദൈവത്തിന് നന്മ ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അതിനെ സഹായിച്ചതായിട്ടുള്ള എല്ലാവരെയും ദൈവം ഓരോ കാലങ്ങളിലും അനുഗ്രഹിക്കുകയും അവരെ ദൈവമഹത്വത്തിലേക്ക് ജീവിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാകും. പ്രത്യേകിച്ച് സ്ഥലം നൽകിയ പ്രിയപ്പെട്ട ക്രിസ്ത്യനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട റോയീശൻ്റെ പ്രത്യേകമായ ജീവിത സമർപ്പണം നമ്മളെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ അച്ഛനോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ വികാരിയച്ഛനുണ്ട്, ക്രിസ്തുമതരച്ഛനുണ്ട്, കൊല്ലൂട് പക്കത്തായ അച്ഛനുണ്ട്, മറ്റു വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, പ്രിയപ്പെട്ട രാജസ്ഥാനുണ്ട്, എലിയാസുണ്ട്, നമ്മുടെ പെൺമേരിയുണ്ട്, അതുപോലെ മറ്റ് പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. എല്ലാവരും സന്നിഹിതരാണ്. അവരെല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും അവരിതുപോലെയുള്ള നന്മകൾ കൂടുതൽ ചെയ്തു കൊടുത്ത് എല്ലാവരും സന്തോഷിക്കുകയും സമാധാനം അനുഭവിക്കുകയും ചെയ്യുന്നതായ കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിച്ച ഒരു പുതിയ ആകാശവും ഭൂമിയും ദൈവരാജ്യത്തിൻ്റെ മാതൃക നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുള്ള വലിയ പ്രചോദനമായി തീരട്ടെ. ഈ ഭവനത്തിൽ നിർമ്മിതിയും ഇതിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥനകളും ധാരാളം ആൾക്കാരെ സന്മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് ഭവനവും ഭൂമിയും ഒക്കെ നൽകി എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു വലിയ അനുഭവത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം നമുക്ക് അനുസ്മരിക്കുവാൻ ഈ കുടുംബവും ഈ പ്രദേശവും നമ്മുടെ സുഭാഷിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ സ്നേഹിതരായിരിക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതിൽ വസിക്കുന്നവർക്കും ഇവിടെ സ്നേഹിതരായിരിക്കുന്ന ദൈവത്തിനാളമായ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി പ്രാർത്ഥന സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് മുന്നിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് ഇവരൊക്കെ വിട്ടുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സിംഹാസനം കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട സംഘത്തിലോടിയിരുന്ന എൻ്റെ സഹാപേക്ഷിച്ച് ലോകത്തിൽ കെട്ടുന്നവർക്ക് മാതാവേ കടവിശ്വാസത്താലെ പ്രവചിച്ച് ഒരു വാക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ക്രിസ്തുമതരച്ഛൻ ഒരു വാക്ക് പറയണം. അതിനു മുമ്പ് നമ്മുടെ ഈ വീടിൻ്റെ സ്ഥലം നൽകിയ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി CC ചെരുവിള പുത്തൻ വീട്ടിൽ അച്ചായനെ ചെറിയൊരു മെമൻറ്റോ നൽകി അമ്മയുടെ പിതാവ് ആദരിക്കുന്നതാണ്. ഇത് വൈകിട്ടത്തെ മീറ്റിംഗിൽ അങ്ങോട്ട് വരാനുള്ള പ്രായോഗികമായ പ്രയാസം അറിയിച്ചുകൊണ്ട് ഇവിടെ തന്നെ നൽകുകയാണ്.
അപ്പോൾ ഇന്ന് പിതാവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ താഴത്ത് വീടിരിക്കുന്ന സ്ഥലം അച്ചായൻ സംഭാവനയായിട്ട് നൽകിയിരിക്കുന്ന സ്ഥലമാണ്. ഒത്തിരി ഔദാര്യത്തോടുകൂടി ഈ സ്ഥലവും വില കുറച്ച് അദ്ദേഹം നൽകിയതാണ്. ഒത്തിരി സ്നേഹാദരങ്ങളോടെ നല്ലൊരു കൈയടി അച്ചായന് കൊടുക്കാം. ജോസഫ് പ്രിയപ്പെട്ട സ്വക്കത്തയച്ച നമ്മുടെ ഇന്നത്തെ ഈ സംരംഭത്തിന്റെ കാരണഭൂതനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട റോയിച്ച, പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ട എത്രയും ഞങ്ങളെ സ്നേഹം നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ CC മാത്തുക്കുട്ടി അപ്പച്ചൻ, മറ്റ് ഈ ഭവനവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഭവനാംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അയൽവാസികളെ, വലിയ ഒരു സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രദേശം, കുന്നത്ത് പ്രദേശം ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിന് അതിനാൽ തന്നെ കുന്നത്ത് എന്ന വിളിപ്പേര് വന്നു. അത് അപ്പച്ചന്റെ കയ്യിലെ കാലങ്ങളായിട്ട് ഈ സ്ഥലം ഇരിക്കുകയായിരുന്നു. അപ്പച്ചൻ ഇത് വിൽക്കുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ അതറിഞ്ഞുകൊണ്ട് തുമ്പശ്ശേരിയച്ചനും ഞങ്ങളുടെ കടന്നു വരികയും ഈ നമ്മുടെ ഇടവകയിലുള്ള ഒരു 7 കുടുംബങ്ങൾക്ക്, സ്വന്തമായി ഭവനമില്ലാത്ത 7 കുടുംബങ്ങൾക്ക് ഭവനം പണിയുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി തരിക എന്നുള്ളൊരു വലിയ സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ് തുമ്പശ്ശേരിയച്ചൻ ഇതിൽ ഇടപെട്ടത്. അങ്ങനെ സ്ഥലം വാങ്ങി, ഏകദേശം സ്ഥലമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റോയിച്ചന് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുമ്പശ്ശേരിയച്ചനോടൊപ്പം നിന്ന്, അന്ന് നെൽപൂരായിരുന്നു അച്ഛൻ വികാരിയായിരുന്നത്, ഒപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെ നേതൃത്വം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇന്ന് സംസാരിച്ചപ്പോഴാണ് റോയിച്ചൻ പറയുന്നത്, റോയിച്ചന്റെ രജത ജൂബിലിയുമായി ബന്ധപ്പെട്ട് അച്ഛനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. 25 വീടുകൾ വെച്ച് കൊടുക്കണം എന്നുള്ളൊരു വലിയ സ്വപ്നം അച്ഛന് കാലങ്ങളായിട്ടുണ്ടായിരുന്നതാണ് രജത ജൂബിലിയുടെ ഭാഗമായിട്ട്. പക്ഷെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് ആ രജത ജൂബിലിയുടെ കാലഘട്ടം വന്നപ്പോഴത്തേക്ക് സാമ്പത്തികമായ വലിയ ക്രൈസിസിലും പ്രതിസന്ധികളും കൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തില് ദൈവം തമ്പുരാന് ഇടപെട്ടുകൊണ്ട് ഈ ഒരു സംവിധാനങ്ങൾ ഒരുക്കുകയും ഇപ്പോൾ പാലാങ്കരയില് നമ്മളൊരു വീട് നിർമ്മിച്ച് ജൂബിലി ആഘോഷത്തില് സഭാതലവനായ നമ്മുടെ ബാബാ തിരുമേനിയെ, നമ്മുടെ വന്യ തിരുമേനിയുടെ ഒക്കെ സാന്നിധ്യത്തില്, കേരള ജലസേന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തില് നമ്മളവിടെ ആണെങ്കിൽ ആ ഒരു വീട് ഉദാശ ചെയ്ത് കൊടുക്കുകയുണ്ടായി. തുടർന്ന് ഇവിടെ 2 വീടുകൾക്ക് നമുക്ക് തറക്കല്ലിടുവാനും ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. ഇതില് സഹകരിച്ച സഹായികളെ ഒരു ഒറ്റ വാക്കിലെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നിൽക്കുക. തീർച്ചയായിട്ടും സഭയുടെ തലവിൽ പിതാവായ മോറോൻ ബസേലിയസ് കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് റോയിസിന് ഞാൻ രാജസ്ഥാനങ്ങളുടെ വന്ധ്യ ബാബാ തിരുമേനിയോട് ഈ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ബാബാ തിരുമേനി വലിയ സന്തോഷത്തോടുകൂടി നമ്മൾ 5 വീടിനുള്ള അപേക്ഷയാണ് കൊടുത്തത്. മറ്റുള്ള വീട്ടുകാർക്ക് കിട്ടിയില്ലോ എന്നുള്ള വിഷമം വേണ്ട, ഉടനെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. 5 വീട്ടുകാർക്കുള്ള അപേക്ഷ കൊടുത്തു. അതിനുശേഷം നമുക്കറിയാം, സാധാരണ നമുക്കാണെങ്കിൽ ബാബാ തിരുമേനിയുടെ 1000 വീട് പദ്ധതിയിൽ ഒരു ഇടവകയിലൊക്കെ 1 വീട് മാത്രമേ അനുവദിക്കാറുള്ളൂ. അന്ന് ഞങ്ങളോട് 1 വീട് തരാം, 1 വീടിനുള്ള 1 ലക്ഷം രൂപ തരാമെന്നാണ് ബാബാ തിരുമേനി പറഞ്ഞത്. പക്ഷേ ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പില് ആ ക്യാഷ് വാങ്ങുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ ബാബാ തിരുമേനിയുടെ കാര്യം പറയാൻ ബാബാ തിരുമേനി അപ്പോൾ തന്നെ മറ്റ് ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ തന്നെ 2 വീടുകൾക്കുള്ള 2 ലക്ഷം രൂപയുടെ ചെക്ക് അപ്പോൾ തന്നെ ബാബാ തിരുമേനി തരികയുണ്ടായി. വന്യ ബാബാ തിരുമേനിയോടുള്ള സഭയുടെ, പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ ഞങ്ങളുടെ വലിയ സ്നേഹവും കടപ്പാടിയും അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ.
അഭിനന്ദനായ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഈ ആശയങ്ങൾ പങ്കുവെച്ച അന്ന് മുതൽ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്കറിയാം. ഇവിടെ കാട് പിടിച്ച ഈ പ്രദേശത്ത് ഇവിടെ വന്ന് ഈ വീടുകൾക്ക് തറക്കല്ലിടുന്നതിന് അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല. പിതാ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ മുട്ടക്കുന്നായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് പിതാവ് വന്നപ്പോൾ അതിമനോഹരമായ 2-3 വീടുകൾ, അവിടെ മുകളിലാണെങ്കിൽ ഒരു നല്ല സുന്ദരമായ ഒരു വീട്, അതൊരു അരുൺ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരുടെ വീടാണ്. അതിമനോഹരമായ ഒരു വീട് അവിടെ. തുടർന്ന് ഇവിടെ 2 വീടുകൾ, ഇനി അതിന്റെ മേലേക്ക് നമ്മൾ 2 വീടുകൾ വരാൻ പോകുന്നു. ഈ പ്രദേശം വലിയ ദൈവാനുഗ്രഹമുള്ള ഒരു പ്രദേശമായിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് മക്കളുടെ തിരുമേനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇതിന്റെ എല്ലാ പ്രവർത്തനം ആദ്യം മുതലേ ഇടപെടുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാവിധ പിന്തുണകളും, പ്രാർത്ഥനകളുള്ള പിന്തുണ, അതുപോലെ സാമ്പത്തികമായ പിന്തുണകൾ, അതുപോലെ തന്നെ ഫാത്തിമ കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട മഠത്തിനച്ഛനോട് പറഞ്ഞിട്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അഭിമന്യ പിതാവിന്റെ വലിയ ഒരു കൈത്താങ്ങ്, വലിയൊരു പ്രാർത്ഥന ഈ ഒരു സംരംഭത്തിനുണ്ടായിരുന്നു. അഭിമന്യ പിതാവിനെ ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. അടുത്തതായിട്ട് നമുക്കറിയാം, ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരച്ചനുള്ള പ്രോട്ടോ വികാരിയായിട്ട്, എപ്പിസ്കോപ്പൽ വികാരിയായിട്ട് ഈ പ്രദേശത്ത് കാലങ്ങളായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തുമന്ദിരച്ചന്റെ വിയോഗത്തിന് ശേഷം ഏകദേശം ഇപ്പോൾ 140 ദിവസങ്ങൾ ഇപ്പോഴാവുകയാണ്. ആ 140 ദിവസങ്ങൾ നമുക്ക് ചുങ്കത്തറ നമ്മുടെ ദേവാലയത്തിന് ഒരു വികാരിയുടെ അസാന്നിധ്യത്തിൽ ഒരു കുറവുകളും വരാതെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികാരിയുടെ ചാർജ് വഹിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഒരു ദിവസം പോലും, അതായത് ഒരു ഞായറാഴ്ച പോലും ഇത് കുർബാന തുടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ 25 നോമ്പിന്റെ വെള്ളിയാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തൈരച്ചനും ഒക്കെ കടന്നു വന്ന് കാര്യങ്ങൾ ക്രമീകരണം ചെയ്തു. അതിനൊക്കെയുള്ള നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരത്തിലെ അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടും ആദരവോടും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട റോയിച്ചിന് നന്ദിയുടെ ഒരു വാക്ക് പറയാതെ പോവുക ശരിയല്ല. എങ്കിൽ നമുക്കറിയാം, അച്ഛന്റെ ഒരു വലിയ സ്വപ്നം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അച്ഛന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട 25 ഭവനങ്ങൾ എന്നുള്ള വലിയ സ്വപ്നം. അപ്പോൾ 25 ഭവനങ്ങൾ എന്ന സ്വപ്നം ഇപ്പൊ ഏകദേശം 3 ഭവനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും 2 ഭവനങ്ങൾ കൂടി നമുക്ക് തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ജൂബിലി സ്മാരകമായിട്ട് ഈ ഭവനങ്ങളോട് നിർമ്മിക്കുന്നതിന് വേണ്ടി അച്ഛന് ഒത്തിരി ത്യാഗം. അച്ഛന് നമുക്കറിയാം, ഇതിന്റെ തറപ്പണി തുടങ്ങുന്ന ആ സമയത്താണ് അച്ഛന് മാനന്തവാടിയിലേക്ക് ട്രാൻസ്ഫർ വരുന്നത്. മാനന്തവാടിയിലേക്ക് അച്ഛൻ ട്രാൻസ്ഫറായി കടന്നുപോയി. പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ പരമാവധി സമയം കണ്ടെത്തി ഇവിടെ കടന്നു വരികയും ഇതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുകയും ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് സാധാരണ പാവങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയ ചില്ലിക്കാശ് കൊണ്ടാണ് ഈ ഭവനങ്ങൾ നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അല്ല, നമുക്ക് മറ്റുള്ള സംവിധാനങ്ങളോ സോഴ്സിലോ ഒന്നുമില്ല. ആ ചില്ലിക്കാശ് കൊണ്ടാണ്. തീർച്ചയായിട്ടും വിധവയുടെ ചില്ലിക്കാശ് പോലെ തമ്പുരാൻ ഇതിനെ വളരെയധികം പുഷ്ടിപ്പെടുത്തുകയും വലിയ താലന്തുകളായിട്ട് ഈ 2 ഭവനത്തെ മാറ്റുകയും ചെയ്തു. ബഹുമാനപ്പെട്ട റോയിച്ച അച്ഛനോടുള്ള വലിയ കൃതജ്ഞതയും സ്നേഹവും കടപ്പാടും ഈ വസതി ഭവനത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നിയുക്ത വികാരിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പൊക്കത്തായിരച്ചനെ ഇവിടെ കടന്നു ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത ദിവസം തീർച്ചയായിട്ടും ചാർജ് എടുക്കാൻ വേണ്ടി ചൊവ്വാഴ്ച കടന്നു വരുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അച്ഛന്റെ ഒരു വലിയ നേതൃത്വം ഈ പ്രദേശങ്ങൾക്ക് ലഭിക്കും. അച്ഛൻ നമുക്കറിയാം ചെറുപ്പമാണ്. പിന്നെ പ്രത്യേകിച്ച് വളരെ ശുഷ്കാന്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന, എല്ലാ ഭവനങ്ങളിലും ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും അതേമാതിരിയുള്ള വേദന അനുഭവിക്കുന്നവരെ അടുത്തേക്ക് അടന്നില്ലെങ്കിൽ ചെയ്യുന്ന ഒരു വൈദികനാണ്. ഞങ്ങൾക്ക് വലിയധികം സന്തോഷമുണ്ട്. അച്ഛാ, ഞങ്ങൾ ഔദ്യോഗികമായ വേദി അല്ലെങ്കിൽ പോലും ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛനെ വളരെ സ്നേഹത്തോട് സന്തോഷത്തോടെ ഈ അവസരത്തിന് ബഹുമാനപ്പെട്ട സിസ്റ്റർ അച്ഛനോട് കടന്നു വന്നും സിസ്റ്ററിന്റെ ഇതേമാതിരി നമ്മുടെ എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന സിസ്റ്റർ പ്രത്യേകമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട CC മാത്തുക്കുട്ടി അപ്പച്ചന് ഇവിടെ അതിനെ സൂചിപ്പിച്ചു. അപ്പച്ചന് പ്രായാധിക്യത്തിന്റെ അസ്വസ്ഥതകൾ ധാരാളമുണ്ട്. നമുക്കറിയാം, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊക്കെ അവർ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് ചിലപ്പോൾ അവിഹിതമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കിയിട്ട് ആ പണത്തിൽ നിന്നുമാണ് പലപ്പോഴും പലരും ചാരിറ്റി ചെയ്യുന്നത്. പക്ഷെ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അതില്ല. അപ്പച്ചൻ ഉള്ള സ്വത്ത് വീതിച്ചു നൽകുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പച്ചന്റെ അടുത്ത് വരുമ്പോൾ അപ്പച്ചൻ പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു പ്രയോജനമാണ്. അപ്പച്ചൻ പറയുന്ന വാക്ക്, ഞാൻ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും സ്വർഗത്തിലെ എന്റെ അപ്പച്ചൻ എന്റെ ഭവനം മോടി കൂട്ടുകയാണെന്ന് അപ്പച്ചൻ പറയുന്നത്. അത് ആ ഒരു വലിയ വിശ്വാസം, തമ്പുരാനുള്ള ഒരു വലിയ വിശ്വാസം, ആ കൈമുതലാണ് അപ്പച്ചന് ചെയ്യുന്നത്. അപ്പച്ചൻ അറിയാം, അപ്പച്ചന്റെ മക്കളൊക്കെ അമേരിക്കയിലാണ്. അവിടെ നിന്നും വരുന്ന സംവിധാനങ്ങളും ഈ സ്ഥലം വിട്ടിട്ട് കിട്ടിയ കാശുകളുടെയൊക്കെ വിഹിതങ്ങളാണ് അപ്പച്ചൻ എപ്പോഴും എപ്പം ചെന്നാലും നമുക്ക് അപ്പച്ചൻ എത്ര തന്നെന്ന് പറഞ്ഞാലും അപ്പച്ചൻ നമ്മൾ എപ്പം ചെന്നാലും അപ്പച്ചൻ നമ്മളെ കൈവിടാറില്ല. ഏത് സമയത്തും മനസ്സ് തുറന്നാണ് അപ്പച്ചന്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, റോയിച്ചിനെ കടന്നു വരുമ്പോൾ അപ്പച്ചൻ മാനന്തവാടി നിന്നാണ് റോയിച്ചിന് കടന്നത്. നമുക്കറിയാം, 5 റോയിച്ചിന് ഇവിടെ വരണമെങ്കിൽ മിനിമം 22,000 രൂപ ചെലവാണ് ഈ വണ്ടി ഓടിച്ച് വരണമെങ്കിൽ. എപ്പം കടന്നു വന്നാലും അപ്പച്ചൻ അവിടെ ഒരു കുടുക്ക വെച്ചു. അത് പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിലാണ് അപ്പച്ചന്റെ പേരിൽ കുടുക്ക വെച്ചിരിക്കുന്നത്. ആ കുടുക്കയിലുള്ള പൈസ ചിലപ്പോൾ 500 എങ്കിൽ 500, 1000 എങ്കിൽ 1000, 2000 എങ്കിൽ 2000, 5000 എങ്കിൽ 5000. അത് റോയിച്ചിന്റെ വണ്ടിക്കൂലിക്കുള്ള പൈസയാണ്.
അതെപ്പോ വന്നാലും അപ്പച്ചനെടുത്ത് റോയിച്ചെന്ന് അത് കൊടുക്കുന്ന ആ ഒരു പാരമ്പര്യം ഒക്കെ ഞങ്ങൾക്ക് എങ്ങനെ അപ്പച്ച നന്ദി പറയണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അപ്പച്ചനോട് വളരെയധികം സ്നേഹവും കടപ്പാടുമുണ്ട്. നമ്മുടെ കാക്കനാട് അപ്പച്ചൻ നമുക്ക് എരുമുണ്ട ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ ഇവിടെ ഈ സമീപ പ്രദേശത്താണ്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ചെന്നിരുന്നു നമ്മളോട് സഹകരിച്ച് കാക്കനാട് അപ്പച്ചനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജസാർ ഒരു നിഴൽ പോലെ ഈ പ്രവർത്തനം, നമുക്കറിയാം പാലാങ്കരയാണ് രാജസാറിന്റെ ഇടവ. സാറിന്റെ ചുങ്കത്തയിൽ വന്നിട്ട് ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു നിഴൽ പോലെ എപ്പോഴും ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നതിന് യാതൊരു മടിയുമില്ലാതെ എപ്പോഴും ഞങ്ങളോട് ആയിരിക്കുന്ന സാറിനെ വളരെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞാൻ വളരെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട തോമസ് കുമ്പച്ചർ അച്ഛനെയാണ്. അത് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം എൻ്റെ ഒരു വലിയ സ്വപ്നം ഇവിടെ 2 ഭവനം കാണുവാനുള്ള അച്ഛന്റെ ഒരു സാന്നിധ്യം ഇന്ന് ഇവിടെ നമുക്കാണെങ്കിൽ ഭൗതികമായ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ ആവശ്യമായിരുന്നു. പക്ഷേ അച്ഛൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അച്ഛന്റെ വലിയൊരു സ്വപ്നം അത് പൂർണ്ണീയതിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ എത്ര ത്യാഗം സഹിച്ചു. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് അച്ഛന്റെ ആ സ്വപ്നം പൂർണ്ണീയതിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ഛനെ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛന്റെ വലിയ നന്മകൾ അത് ആസ്വദിക്കുവാനും അത് പങ്കുവെക്കാനും ഞങ്ങളെ സഹായിച്ച കൃപയോർത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഈ പോകുന്ന അംഗങ്ങൾക്ക്, അതേപോലെ തന്നെ ഇന്ന് നമുക്കറിയാം പ്രിൻസിയും ജോസും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവര് 4 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. അവരാണെങ്കിൽ കാലങ്ങളായിട്ട് വാടക വീടുകളിൽ പല പ്രദേശങ്ങളിലും ചോക്കാട്, നിലമ്പൂര് പല പ്രദേശങ്ങളിലും വാടക വീടുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുടുംബമാണ്. 4 ആൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് സഭയുടെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് യാതൊരു സംശയമില്ല. ഇപ്പൊ ജോസ്കിയുടെ വേണം ആ കുഞ്ഞുങ്ങളൊക്കെ സഭയുടെ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് യാതൊരു സംശയമില്ല. ആ കുഞ്ഞുങ്ങളെ പ്രതി അവിടെ നമ്മളാണെങ്കിൽ ഈ ഭവനം ഇവിടെ വെറുക്കുവാനും നമുക്കറിയാം ചുങ്കത്രയിലെ ഇനിയും 3-4 കുടുംബങ്ങളുടെ ഭവനമില്ലാത്ത കുടുംബമുണ്ട്. എങ്കിൽ പോലും ആ ഒരു കുടുംബത്തെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അത് തുമ്പശ്ശേരിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാലങ്ങളായിട്ട് കുര്യനച്ചന്റെ ഒരു സഹായത്താൽ അവർ കുറെ കാലം കഴിഞ്ഞു. കുര്യനച്ചൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവരെ കൈപിടിച്ച റോയിച്ചിനെ ഏൽപ്പിച്ചു ഈ കുടുംബത്തെ സംരക്ഷിച്ചോളാം. റോയിച്ചൻ അത് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത തുമ്പശ്ശേരിയുടെ അടുത്ത് വന്ന് അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ച് അച്ഛന് ഈ കുടുംബത്തെ ആദ്യമേ ഒരു വീട് നൽകണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി നമുക്ക് ആ ഫസ്റ്റ് സ്ഥലം അതിനോട് സൂചിപ്പിച്ചു. അപ്പച്ചൻ 5 സെന്റ് ദാനമായിട്ട് നൽകി. അത് റോയിച്ചനോട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ റോയിച്ചൻ അത് ഇവർക്ക് പ്രിൻസിലെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ 5 ഭവനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 25 സെന്റ് 5 സെന്റ് വെച്ച് 5 ഭവനം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ അളന്ന് വന്നപ്പോൾ കുന്നായവിടെ നമുക്ക് 4 ഭവനത്തിലുള്ള സ്ഥല സൗകര്യമുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഇടവയിൽ 4 പേര് ഇടവയിൽ അസ്വസ്ഥ ഉണ്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സ്ഥലം നമ്മളാണെങ്കിൽ ബീനയുടെ പേരിലേക്ക് തിരിച്ച് പ്രിൻസി ഇടക്കര രജിസ്റ്റർ ഓഫീസിൽ വന്ന് തിരിച്ച് രജിസ്റ്റർ കൊടുക്കുകയായിരുന്നു. പിന്നെ ദൈവാനുഗ്രഹത്താൽ അവർക്ക് ഇവിടെ തന്നെ നമുക്ക് സ്ഥലം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും അവരുടെ കല്ല് അവരുടെ പിതാവ് ആശീർവദിച്ചു തന്നിരിക്കുകയാണ്. ദൈവം അത് അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമാക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന്റെ വഴികൾ ദൈവം തുറന്നു തരും. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴികൾ ദൈവം തന്നെ തുറന്നു തരും എന്ന് വളരെ വിശ്വാസത്തോടുകൂടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കില് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ